ഹലോ ഫ്രണ്ട്സ്, വള്ളുനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഏട്ടനും കുട്ടിയൊന്നും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് എന്താണാവോ കേട്ടോ, കണ്ണൻ ഇന്നലെ വൈകുന്നേരത്ത് നമ്മുടെ കൂടെയൊക്കെ വന്ന് കിടന്നു. എന്താണാവോ ആ അച്ഛമ്മയുടെ കൂടെ കിടക്കണില്ല, ഇന്ന് ഇവിടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. 3 പേർക്കും തികച്ച് കിടക്കാനൊന്നും പറ്റില്ല, എന്നാലും ഞങ്ങൾ 3 പേര് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു കേട്ടോ. അപ്പോൾ കണ്ണനെ വിളിച്ചു എഴുന്നേൽപ്പിച്ച്. ഏട്ടനും ഉണ്ട് കേട്ടോ. ഏട്ടനെ അഞ്ചാനും മടിയുണ്ട്. കണ്ണനോട് കോഴീനെ വിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ണൻ പറയും, അമ്മ അത് കൊത്തും അമ്മ, ഞാൻ വിടില്ല അമ്മ, അച്ഛൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയിട്ട് കോഴീനൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തും കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ പറയാൻ മടിക്കണ്ട കേട്ടോ. നമ്മൾ കോഴീനെ കൊടുക്കണുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കോഴിക്കച്ചവടമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് കോഴികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കൂടുതൽ നമ്മുടെ അരിയൊക്കെ അവിടെ കിടന്ന് വേവണുണ്ട്. ഇന്ന് മഴ കാരണേ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. ഏട്ടൻ നല്ല മഴ കാരണം ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മയും ചായയൊക്കെ കുടിച്ച് മെല്ലെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. പെട്ടെന്നൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓരോ പണികൾ ചെയ്തൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത പണി ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്ത കാരണേ. അപ്പം മുറ്റൊക്കെ അടിച്ച് വൃത്തിയൊക്കെ കേട്ടോ. മഴയൊക്കെ പെയ്ത് നമ്മുടെ ചെടികളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചന്തം കേട്ടോ വശത്ത് കാണാൻ. ഒരുപാട് നമ്മളെ വീഡിയോക്കെ കാണുന്ന ഒരുപാട് പേര് നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നതാണ്, പാടം, വയൽ, എന്താണ് ചെടികൾ ഒക്കെ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് വരണം. പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന പോലെ ആവില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നും വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും നമ്മുടെ പാടവും വീടും ആ ചെടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയാണ് കേട്ടോ. എന്നും നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാറ്. ഇന്ന് നല്ല നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ കുളിക്കാനൊന്നും നിന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ നിന്ന് നമ്മൾ കൊണ്ടുപോകാനൊന്നും ആവില്ല. അപ്പോൾ വേഗം പണികളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കളി കണ്ടായിരുന്നു, ഫുട്ബോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുട്ബോളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ എല്ലാവരും ഏതാണ് ടീമെന്ന് പറയാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. മത്തങ്ങ കൊണ്ടൊരു എലിശ്ശേരി വയ്ക്കാമെന്നാണ് വിചാരിച്ച്. പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ കുട്ടാപ്പി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കണുണ്ട് കേട്ടോ. എന്താണ് ഏട്ടൻ ചെയ്യണേന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ അവിടെ ഇരുന്നപ്പോൾ ഏട്ടൻ അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വിളിക്കുന്ന സൗണ്ട് കേട്ടോ അവനെ കുണുങ്ങി ഒരു വരവുണ്ട്. എന്ത് രസമാണ് കാണാച്ചിട്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മുടെ കുട്ടാപ്പീനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരണുണ്ട് എന്ന് പറയണവരുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ അവൻ്റെ പേരെന്താ. നമ്മളിതിൽ പറയുകയാണെച്ചാലും എത്ര വയസ്സായി, എന്താണ് ഫുഡ് കൊടുക്കണം, നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫുഡും കൊടുക്കണില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്കത് എന്നും കൊടുക്കാൻ സാധിക്കണം. നമ്മളെ സംബന്ധിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ബാധ്യത വന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് മാത്രമേ നമ്മൾ അവനെ കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും അവനെടുത്ത് നമ്മൾ കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് അടുപ്പിൻ്റെ അവിടെ പോയിരിക്കുന്നുണ്ട്. എഴുന്നേറ്റ് വന്നത് മൂപ്പർക്ക് അടുപ്പിൻ്റെ അവിടെ പോയിരിക്കുന്നത്. അതാണ് നല്ല ഇഷ്ടമാണ്. അടുപ്പിൻ്റെ ചൂടൊക്കെ കാലൊക്കെ ഇങ്ങനെ വെച്ച് അടുപ്പിൻ്റെ ചൂടൊക്കെ കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് ഞാനും ഇറങ്ങി. ഇപ്പം നേരത്തെ പോകണം കേട്ടോ. 7 മണിക്കൊക്കെ ഇറങ്ങിയാലാണ് 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ. സൈൻ ചെയ്യണം. ആദ്യം 9-9:15 ആകുമ്പോഴേക്കും പോയാൽ മതി. ഇതിപ്പോൾ മൺസൂൺ സീസൺ ആയ കാരണം എല്ലാം മാറ്റി കേട്ടോ. ട്രെയിനൊക്കെ നേരത്തെ വരണം. അപ്പോൾ നേരത്തെ എത്തണം. അപ്പോൾ നേരത്തെ ഏട്ടനൊന്ന് പണിക്ക് പോകാറൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാനാണ് നേരത്തെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊന്നും കേൾക്കില്ല. അപ്പോൾ ഏട്ടൻ പോകുമ്പോഴേക്കും പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ പോവുക. അമ്മ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. ഇതേപോലെ അമ്മയെ നല്ല പേടിയെന്ന് പറയുന്നില്ല കേട്ടോ. അവരുടെ തളത്തിനൊക്കെ നിൽക്കണ കാരണമേ അമ്മേനെ ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം അമ്മേനെ 8 വട്ടം ചുറ്റിക്കും. അപ്പോൾ ഏട്ടൻ കുളിപ്പിച്ച് പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഏട്ടനും പോവുള്ളൂ. അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം. കണ്ണനെ കുളിക്കാനും ഡ്രസ്സ് മാറ്റാനൊക്കെ അറിയാട്ടോ. എന്നാലും വേണ്ടില്ല, നമ്മൾ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയൊക്കെ കൊടുക്കുക അവന് കേട്ടോ. ഇല്ലെങ്കിൽ അവന് മുടി ചീവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അച്ഛ എന്നൊക്കെ പറയും. എല്ലാം ചെയ്യും. എന്നാലും അച്ഛനെ കണ്ട മക്കൾക്ക് നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഏട്ടനെ പണിക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.